പര്യായ പദം നമ്മൾ പറയാറുണ്ട്. പര്യായ പദം എഴുതുക. ഗ്രാമർ ക്ലാസ്സിൽ, മലയാളം ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് പറയാറുണ്ട് പര്യായ പദം എഴുതുക എന്ന് പറഞ്ഞാൽ ഈ വാക്കിന് തുല്യമായിട്ടുള്ള പദം എഴുതുക. അപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാര് ഇത് ദൈവശാസ്ത്രപരമായ ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ദിവ്യകാരുണ്യത്തിന്റെ വിശുദ്ധ കുർബാനയുടെ പര്യായ പദം എന്ന് പറയുന്നത് സ്നേഹം. അതെന്താണെന്ന് നമ്മൾ തുടർന്ന് വരുമ്പോൾ മനസ്സിലാക്കും. വിശുദ്ധ കുർബാനയുടെ പര്യായ പദം സ്നേഹം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ ദിവ്യകാരുണ്യം എന്ന് വിളിക്കുന്നത്. വിശുദ്ധ കുർബാനയെ ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ സ്നേഹം, പരിശുദ്ധമായ സ്നേഹം എന്നാണ്. സ്നേഹം ആണ് വിശുദ്ധ കുർബാനയുടെ പര്യായ പദം. സ്നേഹം. സ്നേഹത്തെ കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സ്നേഹം ഒരു കൂദാശയാണ്. ലവ് ഈസ് എ സാക്രമെന്റ് എന്ന് പറയും. നമുക്കറിയാം കൂദാശയുടെ നിർവചനം എന്താണെന്നറിയാം. ഞാൻ ചോദിക്കണമെന്ന് ചോദിച്ച കുഞ്ഞുങ്ങളൊക്കെ പറയും, പക്ഷെ സമയം പോകുന്നത് ചോദിക്കുന്നില്ല. അദൃശ്യമായ ഒന്നിനെ കൃപാവരം, അദൃശ്യമായ ഒന്നിനെ സൂചിപ്പിക്കുകയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഇതാണ് കൂദാശയെ കുറിച്ച് പറയുന്നത്. അദൃശ്യമായ ഒന്നിനെ സൂചിപ്പിക്കുകയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. മാമോദീസ ഒരു കൂദാശയായ കാരണം അദൃശ്യമായ ദൈവത്തിന്റെ കൃപാവരം വെള്ളത്തിലൂടെ, മൂറോനിലൂടെ, തൈലത്തിലൂടെ പ്രദാനം ചെയ്യുന്നു. അവിടെ നൽകുന്നത് വെള്ളമാണ്, തൈലമാണ് പുരട്ടുന്നത്, മൂറോനാണ് പുരട്ടുന്നത്. പക്ഷെങ്കിൽ ഈ ദൃശ്യമായ അടയാളങ്ങളിലൂടെ നമുക്ക് കാണപ്പെടാൻ സാധിക്കാത്ത ദൈവത്തിന്റെ കൃപാവരം ഈ കുട്ടിക്ക് ലഭിക്കുന്നു. കല്യാണം, പുരോഹിതൻ മാലയെടുത്ത് വാഴ്ത്തുന്നു, മന്ത്രകൂടി വാഴ്ത്തി കൊടുക്കുന്നു, മോതിരം വാഴ്ത്തി കൊടുക്കുന്നു, കൈ വെച്ച് അനുഗ്രഹിക്കുന്നു, കിരീടം വാഴ്ത്തി കൊടുക്കുന്നു. ഇതെല്ലാം ദൃശ്യമായ അടയാളമാണ്. ഈ ദൃശ്യമായ അടയാളങ്ങളിലൂടെ ദൈവം നമുക്ക് എന്ത് നൽകുന്നു? അദൃശ്യമായ കൃപാവരം ദൈവം നമുക്ക് നൽകുന്നു. ആ അദൃശ്യമായ കൃപാവരം അത് ദൃശ്യമായ അടയാളങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്നു. അതിനാണ് കൂദാശ എന്ന് പറയുന്നത്. ഈ കൂദാശ, അപ്പം സ്നേഹം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. സ്നേഹം ഒരു കൂദാശയാണ്. കാരണം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരമ്മ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെക്കുന്നു. ഒരമ്മ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെക്കുന്നു. അപ്പൊ ഉമ്മ വെക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്നേഹം ഒരു കൂദാശയാണ്. ഈ കൂദാശ അദൃശ്യമായ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ കടയിൽ പോയി ദൃശ്യമായിട്ടുള്ള ഒരു അമ്മ കുഞ്ഞിനെ ഉമ്മ കൊടുക്കുന്നു. ഉമ്മ കൊടുക്കുന്നത് സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. അപ്പൊ ഈ സ്നേഹത്തിന്റെ പ്രകടനം, അമ്മ ഉമ്മ കൊടുക്കുന്നത് ബാഹ്യമായിട്ടുള്ള അടയാളമാണ്. അതിന്റെ ഉള്ളിൽ, അതിന്റെ പുറകിൽ നിൽക്കുന്നത് അമ്മയുടെ സ്നേഹമാണ്. അത് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. ലവ് ഈസ് എ സാക്രമെന്റ്. അദൃശ്യമായ ഒന്നിനെ സൂചിപ്പിക്കുന്ന ദൃശ്യമായ ഒരു അടയാളമാണ് സ്നേഹം. എന്തുമായിക്കൊള്ളത്, നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ആഹാരം നിങ്ങളുടെ ഭാര്യമാരെ ഉണ്ടാക്കി തരുന്നു, അല്ലെ അമ്മമാരുണ്ടാക്കി തരുന്നു. അപ്പോൾ ദൃശ്യമായ അടയാളമാണ് നല്ല ഫുഡ്. പക്ഷെ അതിന്റെ പിന്നിൽ അമ്മയുടെ അല്ലെ ഭാര്യയുടെ സ്നേഹം, കാണപ്പെടാൻ സാധിക്കാത്ത സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ വിശുദ്ധ കുർബാന പോലെ തന്നെ സ്നേഹവും ഒരു കൂദാശയാണ്. നമുക്കറിയാം, ഇന്ന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവരാരുമില്ല. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, എനിക്കങ്ങനെ സ്നേഹം വേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ ആരെങ്കിലും സ്നേഹിക്കണം, നമുക്കാരെങ്കിലും സ്നേഹിക്കാനും വേണം. ഇത് രണ്ടും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ ആരെങ്കിലും സ്നേഹിക്കണം, നമുക്കാരെങ്കിലുമൊക്കെ സ്നേഹിക്കാനും കിട്ടണം. ഇത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും സമൂഹത്തിലെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം. നമ്മുടെ കർത്താവ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ദീപം പറയുടെ കീഴിൽ ഒളിച്ചു വെക്കരുത്, അത് ദീപം പീഠത്തിന്റെ മേലെ വെക്കണം. ഞാൻ അതിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം, ഞാൻ തന്നെയല്ല പല ദൈവശാസ്ത്രന്മാരും കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം, ഈ ദീപം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ദീപമാണ്. ഈ സ്നേഹത്തിന്റെ ദീപമാണ്
ഈ ദീപം പറയുടെ കീഴിൽ ഒളിച്ചു വെക്കരുത്, ഇത് പീഠത്തിന്മേൽ വെക്കണം. സോക്രട്ടീസിനെ കുറിച്ച് പറയാറുണ്ട്. മഹാനായ തത്വജ്ഞാനി സോക്രട്ടീസ് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് വിധിച്ചു. അദ്ദേഹത്തെ കൊല്ലുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കാണാനായിട്ട് ജയിലിൽ ചെന്നു. കണ്ണുനീരോടുകൂടി ഭാര്യ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവനെ, നിന്നെ ജീവിതകാലത്ത് എനിക്ക് സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, പറയുന്ന കള്ളമാണ്. നിന്റെ പടക്കങ്ങളുടെയും നിന്റെ കുറുമ്പുകളുടെയും നിന്റെ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ഒക്കെ പുറകിൽ നിന്റെ ഒരു സ്നേഹം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹം അത് പറയുടെ കീഴിൽ ഒളിച്ചു വെക്കാനുള്ളതല്ല. നമ്മൾ പലരും പറയാറുണ്ട്, ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ പറയും കുറച്ചുകൂടെ മക്കളെയൊക്കെ സ്നേഹിക്കണം, ഭാര്യയൊക്കെ സ്നേഹിക്കണം. ഈ അച്ഛൻ എന്നിട്ട് പുറത്തറിയും പറയുന്നത്, ഞാൻ പിന്നെ ആരെയും സ്നേഹിക്കുന്നത്, ഭാര്യയല്ല സ്നേഹിക്കുന്നത്, മക്കളെയല്ല സ്നേഹിക്കുന്നത്, അതിനുവേണ്ടിയല്ലേ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാനവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്കത് ബോധ്യമാകുന്നില്ല. അത് ഞാൻ പറഞ്ഞിരിക്കാനാണ്. പറയുടെ കീഴിൽ നിന്റെ സ്നേഹം ഒളിച്ചു വെച്ചിരിക്കുന്നു, പറയുടെ കീഴിൽ നിന്റെ സ്നേഹം ഒളിച്ചു വെച്ചു. നിന്റെ കാർക്കശ്യത്തിന്റെ, നിന്റെ ശിക്ഷണ മനോഭാവത്തിന്റെ, നിന്റെ ചില കടുംപിടുത്തങ്ങളുടെ, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ചില കടുംപിടുത്തങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്നേഹത്തെ പറ്റിയാണ് ചെയ്യുന്നത്. മക്കൾ നന്നാകണം, മൊബൈൽ കൊടുക്കത്തില്ല. ഈ ലോകത്തിലുള്ള എല്ലാ പിള്ളേരും മൊബൈലാണ്, എന്റെ പിള്ളേർ കൊടുക്കുന്നില്ല. സ്നേഹമില്ലാത്തതുകൊണ്ടാന്ന് വെച്ചു അവൻ നന്നാകണം, അവൻ റാങ്ക് വാങ്ങിക്കണം, ഡോക്ടറാകണം, അവൻ ഒരിക്കലും ആകത്തില്ല എന്നുള്ളത് ഈ വാശി പുറത്താകത്തില്ല. അപ്പൊ നമ്മുടെ കടപ്പെടുത്തങ്ങളുടെയും നമ്മുടെ ദേഷ്യങ്ങളുടെയും നമ്മുടെ കോപത്തിന്റെയും നമ്മുടെ ചില ശിക്ഷണങ്ങളുടെയും നമ്മുടെ ചില ശീലങ്ങളുടെയും പറയുടെ കീഴിൽ എന്തൊഴിച്ചു വെക്കരുത്, നമ്മുടെ സ്നേഹത്തിന്റെ വിളക്ക് നമ്മളെ ഒളിച്ചു വെക്കരുത്. ഇത് തണ്ടിന്മേൽ ഉയർത്തി വെക്കണം. ഭവനത്തിലൂടെ എല്ലാവർക്കും പ്രകാശം ലഭിക്കത്തക്കവണ്ണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മൊത്തത്തിൽ കാണുന്നത് ഈ മരണത്തെക്കാൾ തണുത്തുറഞ്ഞൊരു സ്നേഹ സംസ്കാരമാണ്. ഇന്ന് ആർക്കും ഒരു സ്നേഹമില്ല, അങ്ങോട്ടും ഒരു സ്നേഹത്തിന്റെ മരവിപ്പ് കംപ്ലീറ്റ് എല്ലാവർക്കും. പള്ളി വന്നാലും വീടുകളിൽ വന്നാലും സമൂഹങ്ങളിൽ വന്നാലും എല്ലായിടത്തും ഒരു സ്നേഹത്തിന്റെ മരവിപ്പ്. ഇത് നമുക്ക് മാത്രമല്ല, ദൈവത്തിന് പോലും തോന്നിയിട്ടുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ വെളിപാടിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നിന്റെ ആദ്യ സ്നേഹം ഇവിടെ പോയി, ഞാനതിനു വേണ്ടി കൊതിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിനക്ക് ചൂടുമില്ല, തണുപ്പുമില്ല, സ്നേഹമില്ല, ഞാൻ നിന്നെ തുപ്പിക്കളയുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ഈ ശൈത്യത്തിലേക്ക്, ഈ മരവിപ്പിലേക്ക്, സ്നേഹത്തിന്റെ മരവിപ്പിലേക്ക് ദൈവം അയക്കുന്ന, ഇട്ടുതരുന്ന തീക്കട്ടയാണ് വിശുദ്ധ കുർബാന. ഈ മഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ തീക്കട്ട വീഴണം, തീ വീഴണം, ചൂട് വീഴണം. അതുകൊണ്ടാണ് പുരോഹിതൻ കുർബാന തരുമ്പോൾ പറയുന്നത്, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ല, ചിലർ പറയും, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന പുണ്യമുണ്ടാക്കുന്ന തീക്കട്ട നിന്റെ നാവിൽ വെക്കുന്നു. തീക്കട്ട നിന്റെ നാവിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവാചകനെ വിളിച്ചിട്ട് ഒരു മാലാഖ കൊടിലുകൊണ്ട് തീക്കട്ട എടുത്ത് അവന്റെ നാവിൽ വെച്ചപ്പോൾ അവന്റെ സ്നേഹമില്ലായ്മയും അവന്റെ മരവിപ്പും മാറി, അവൻ തീക്ഷ്ണതയുള്ളവനായി മാറി. അപ്പോൾ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിലെ സ്നേഹമില്ലായ്മയുടെ, സ്നേഹത്തിന്റെ മരവിപ്പിന്റെ, മരണ സംസ്കാരത്തിന്റെ, സ്നേഹം കട്ട പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇട്ടുതരുന്ന ഈ മഞ്ഞുരുക്കുന്ന തീക്കട്ടയായിട്ട് നമ്മുടെ ദിവ്യകാരുണ്യം മാറണം. അല്ലാതെ പ്രസാദം സ്വീകരിക്കുന്നത് പോലെ വന്ന് കുർബാന സ്വീകരിച്ചുകൊണ്ട് പോകാനുള്ളതല്ല. ഒരാചാരം പോലെ ഇന്ന് എന്റെ നാവിൽ ഒരു തീക്കട്ട വീണു, എന്റെ ഹൃദയത്തിൽ വർഷങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് സ്നേഹമില്ലാതെ, മരുമോളോട് സ്നേഹമില്ലാതെ, ഭർത്താവിനോട് സ്നേഹമില്ലാതെ, കൊച്ചുമക്കളോട് സ്നേഹമില്ലാതെ, ഇടവക്കാരോട് സ്നേഹമില്ലാതെ, പ്രാർത്ഥനയോട് സ്നേഹമില്ലാതെ, അയൽവക്കക്കാരുടെ സ്നേഹമില്ലാതെ മരവിച്ചു നിൽക്കുന്ന, എന്നോടൊപ്പം നിങ്ങൾ പറഞ്ഞു കേട്ടോ, ഉരുകണം ഇതൊക്കെ അതുകൊണ്ടാണ്, മരവിച്ചു നിൽക്കുന്ന, അന്റാർട്ടിക്കയിലെ മഞ്ഞുപോലെ മരവിച്ചു നിൽക്കുന്ന എന്റെ ഹൃദയ ശൈത്യത്തിലേക്ക്, എന്റെ ഹൃദയത്തിന്റെ മരവിപ്പിലേക്ക്
വിട്ടുതരുന്ന തീക്കട്ടയായിരിക്കണം വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും നിങ്ങളുടെ മലവിപ്പ് മാറുന്നില്ലെങ്കിൽ, എന്റെ മലവിപ്പ് മാറുന്നില്ലെങ്കിൽ, അന്റാർട്ടിക്കായിലെ ഐസിനേക്കാളും കട്ടിയുള്ള എന്റെ സ്നേഹത്തിന്റെ മലവിപ്പ് മാറുന്നില്ലെങ്കിൽ ഇനി ആർക്കും നിങ്ങളെ നന്നാക്കാൻ പറ്റില്ല, എന്നെ നന്നാക്കാൻ പറ്റില്ല, ഞാൻ ഉൾപ്പെടെ പറയുന്നത്. ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച് എന്റെ ഹൃദയത്തിന്റെ മലവിപ്പ് മാറി വെളിയിലിറങ്ങി വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സഹോദരനോട്, ഒരു സഹോദരിയോട് ഈ മലവിപ്പ് മാറി സ്നേഹത്തോട് ചിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ വിശുദ്ധ കുർബാന നമുക്ക് നഷ്ടമായി. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ തീക്കട്ടയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് വീഴേണ്ട സ്നേഹത്തിന്റെ തീക്കട്ട, എന്റെ ഹൃദയത്തിൽ വന്ന് വീഴേണ്ട സ്നേഹത്തിന്റെ തീക്കട്ട. നമ്പർ 1. നമ്മുടെ കർത്താവായ യേശു വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഏറ്റവും നല്ല രൂപമ പറയുന്നത് ലൂക്കായുടെ സുവിശേഷത്തില് ഒരു വിരുന്നിനെ കുറിച്ചാണ്. ഒരു രാജാവ് വലിയൊരു വിരുന്ന് നടത്തി എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞിട്ട് ആരും സമയത്ത് വന്നില്ല. അപ്പൊ വലിയൊരു വിരുന്നൊരുക്കി, നമ്മളൊക്കെ വാങ്ങിക്കൊണ്ട് കാടയും ഒക്കെ അറുത്ത് വലിയൊരു വിരുന്നൊരുക്കി, ആരും വന്നില്ല. അവസാനം ഈ യജമാനൻ എല്ലാവരും പറയുന്നുണ്ട്, അവരുടെ വേലക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ വെളിയിൽ പോയിട്ട് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അണ്ടനെയും അണമോടനെയും ചെമ്മാനെയും ചുരുക്കൂത്തിയൊക്കെ വിളിച്ചുകൊണ്ടാണ്. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞു ഉണ്ടാകുന്നില്ല. എന്റെ ഒരു വാക്ക് പ്രത്യേകം പറയുന്നത് ദുഷ്ടനെയും ശിഷ്ടനെയും വിളിച്ചോണ്ടത്. മാന്യന്മാരെ വിളിച്ചിട്ടാരും മാന്യന്മാർ വരുന്നില്ല, അവർക്ക് സമയമില്ല. അവരുടെ ദുഷ്ടനെയും ശിഷ്ടനെയും. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പറയേണ്ട കാര്യമില്ല, ആരാണെന്നില്ല. ശിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ കൊള്ളാത്തവൻ. അതാണ് ബൈബിളിൽ ശിഷ്ടൻ എന്ന് പറഞ്ഞാൽ. പാർശ്വവൽക്കരിക്കപ്പെട്ട കൊള്ളാത്തവൻ ശിഷ്ടൻ. അപ്പൊ ദുഷ്ടനെയും ശിഷ്ടനെയും വിളിച്ചുകൊണ്ട് വരിക. ഇവരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവരിയ്ക്കുമ്പോൾ ഒരുത്തൻ കല്യാണ വസ്ത്രം ധരിക്കാതെ അവിടെ ഇരിക്കുന്നു. അപ്പൊ യജമാനൻ പറഞ്ഞു, ഇവനെന്ത് ചെയ്യണം? ഇവനെ വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞില്ല, ഇവന്റെ കൈയും കാലും കെട്ടി നരകത്തിൽ കൊണ്ട് തീക്കത്തിടാം. ഞാൻ പലപ്പോഴും ഈ ഒരു വ്യാഖ്യാനം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്തൊരു കഷ്ടമായി കാണിച്ചത്. വലിയ പോയ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനെ സദ്യയും കിട്ടിയിട്ട് അവന് കല്യാണ വസ്ത്രം ഇല്ലാന്ന് പറഞ്ഞിട്ട് അവന്റെ കൈയും കാലും കെട്ടി തീക്കത്തിടാൻ പറഞ്ഞു. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്, എന്ത് ബൈബിളായത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു വ്യാഖ്യാനം വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ദുഷ്ടനും ശിഷ്ടനും, അണ്ടനും അടവോടനും, ശിഷ്ടൻ, ദുഷ്ടൻ, കൊള്ളാത്തവൻ, മോശക്കാരൻ, ഇവരെല്ലാം വിളിച്ചു, എല്ലാവരും വിളിച്ചു. ഇത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള കർത്താവിന്റെ ഒരു ഉപമയാണ്. നമ്മളെല്ലാം, എന്നെയും, ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞാൻ വൈദികനാണ് അവിടെ യോഗ്യതയിരിക്കുന്നത്. എനിക്കൊരു യോഗ്യതയില്ല, എന്നെ കർത്താവ് വിളിച്ചു. ഈ വിശുദ്ധ കുർബാനയെ അർപ്പിക്കാൻ ഇരിക്കുന്ന യോഗ്യത, ഈ ഇരിക്കുന്ന നിങ്ങളെക്കാളിലെല്ലാം യോഗ്യനായിട്ടാണോ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്? അല്ല. നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ എന്തോ യോഗ്യത കൊണ്ടാണ്. ഒറ്റ യോഗ്യതയുള്ളൂ. കർത്താവ് ആരെ വിളിച്ചു? ദുഷ്ടനെയും ശിഷ്ടനെയും വിളിച്ചു. നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ മഹത്വം കൊണ്ടോ നമ്മുടെ വിശുദ്ധി കൊണ്ടോ അല്ല നമ്മൾ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരിക്കുന്നത്. നമുക്ക് വലിയ കൃപ നൽകി. അപ്പൊ ഈ വലിയ കൃപയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ കല്യാണ വസ്ത്രം എന്ന് പറയുന്നത്, ഈ വെള്ളവസ്ത്രം എന്ന് പറയുന്നത്, ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത് അത് സ്നേഹത്തിന്റെയും രമ്യതയുടെയും വെള്ളവസ്ത്രമാണ്. ഇത് സ്നേഹത്തിന്റെയും രമ്യതയുടെയും വലിയ വെള്ളവസ്ത്രമാണ്. ഇതാണ് കല്യാണ വസ്ത്രം. ഇതൊരു കല്യാണ വിരുന്നാണ്. വിശുദ്ധ കുർബാന ഒരു കല്യാണ വിരുന്നാണ്. ഈ കല്യാണ വിരുന്നിൽ വരുന്നവർക്ക് കല്യാണ വസ്ത്രം വേണം. ആ കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ തുണിക്കടയിൽ പോയി വാങ്ങിക്കുന്നല്ല, സ്നേഹത്തിന്റെയും രമ്യതയുടെയുമായിട്ടുള്ള കല്യാണ വസ്ത്രം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ കുർബാന ചെല്ലുവാൻ, കുർബാന അർപ്പിക്കാൻ ദേവാലയത്തിൽ വരുമ്പോൾ, ഈ സദ്യയ്ക്ക് വേണ്ടി വരുമ്പോൾ നിനക്ക് ഈ കല്യാണ വസ്ത്രം ഇല്ലെങ്കിൽ നീ വീട്ടിൽ പോയി ഈ കല്യാണ വസ്ത്രം ഇട്ടുകൊണ്ട് വരണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിനകത്ത്? പറഞ്ഞിട്ടുണ്ടോ? നീ കുർബാന അർപ്പിക്കാൻ ദേവാലയത്തിൽ വരുമ്പോൾ ഈ കല്യാണ വസ്ത്രം നിനക്കില്ലെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വരണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ട്. കർത്താവ് പറയുന്നുണ്ട് നീ പോയിട്ട് കല്യാണ വസ്ത്രം ഇട്ടുകൊണ്ട് വരാൻ. കാരണം
വീട്ടിൽ ഭാര്യയോട് വഴക്കടിച്ചിട്ടാണ് വന്നതെങ്കിൽ, അമ്മായിയോട് വണങ്ങിയിട്ടാണ് വരുന്നതെങ്കിൽ, മരുമകളെ ചീത്ത പിടിച്ചിട്ടാണ് നീ വരുന്നതെങ്കിൽ, നീ പോയി അവളോട് അല്ലെ ഭർത്താവിനോട് മക്കളോട് അയൽവക്കക്കാരോട് രമ്യപ്പെട്ടിട്ട് ആ രമ്യതയുടെയും സ്നേഹത്തിന്റെയും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത്. ഇതൊക്കെ പറ്റുമായിച്ചോ? പറ്റത്തില്ലെങ്കിൽ പറ്റണ്ട. പറ്റണം എന്നത് സ്ഥാപിച്ചോ പറയുന്നു, പറ്റണം എന്നത് സ്ഥാപിച്ചോ പറയുന്നു. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് ഈ വസ്ത്രമില്ലെങ്കിൽ നീ തിരിച്ചു പോയിട്ട് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വരണം എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന് രമ്യപ്പെട്ടിട്ട് വരണം, രമ്യതയുടേതായ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നു. വിശുദ്ധ പൗലോസ് കോരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, അയോഗ്യതയോടുകൂടി, ഇതുമായിട്ട് കൂട്ടി വായിച്ചോണം കേട്ടോ, അയോഗ്യതയോടുകൂടി, വിരുന്നിന്റെ ഉപമയിലെ അയോഗ്യനായ മനുഷ്യൻ അയോഗ്യതയോടുകൂടിയാണ് ഇത് ഭക്ഷിക്കുന്നതെങ്കിൽ ഒരുവൻ അവന്റെ തന്നെ ശിക്ഷാവിധിയാണ് വിളിച്ചു വരുന്നത്. ഇനി നമ്മുടെ കർത്താവിന്റെ ആദ്യത്തെ വിരുന്നിൽ തന്നെ ഈ വസ്ത്രമില്ലാത്ത രണ്ടുപേരുണ്ടായിരുന്നു. കർത്താവിന്റെ ആദ്യം കുർബാന സ്വീകരിച്ച ആദ്യത്തെ സംഭവത്തിൽ തന്നെ ഈ കല്യാണ വസ്ത്രം ധരിക്കാത്ത രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? യൂദാസും പത്രോസുമായിരുന്നു. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള പണം വാങ്ങി പോക്കറ്റിലിട്ട് ആ ഒരു വാശിയും വൈരാഗ്യവും പകയും ശത്രുതയും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കല്യാണ വസ്ത്രമില്ലാതിരുന്നു. കർത്താവ് പക്ഷെ അവനെ ഇറക്കിവിട്ടില്ല. അവന്റെ വായിൽ കർത്താവ് തന്നെ അപ്പം മുക്കി കൊടുത്തു. അപ്പം മുക്കി കൊടുത്തപ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, അവന്റെ വായിൽ കർത്താവ് അപ്പം മുക്കി കൊടുത്തപ്പോൾ അവന്റെ ഉള്ളിൽ ആര് കടന്നു? പിശാച് കടന്നു. കണ്ടോ? ആദ്യത്തെ വിശുദ്ധ കുർബാന സംഭവിച്ചതാണ്. ഈ കല്യാണ വസ്ത്രം ധരിക്കാതെ, ഈ സ്നേഹത്തിന്റെ രമ്യതയുടെ വസ്ത്രം ധരിക്കാതെ ഈ കുർബാനയിൽ, ആദ്യത്തെ കുർബാനയിൽ പങ്കെടുത്ത യൂദാസിന്റെ വായിൽ അപ്പം മുക്കി കൊടുത്തപ്പോൾ, വിശുദ്ധ കുർബാന വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവന്റെ ഉള്ളിൽ പിശാച് കടന്നു. പൗലോസിന്റെ ലേഖനം കൂടെ ഓർത്തോണേ, ആരെങ്കിലും അയോഗ്യതയോടുകൂടി അപ്പത്തിൽ ഭക്ഷിച്ചാൽ അവന്റെ തന്നെ ശിക്ഷാവിധി ആയിരിക്കും അവനെ വിളിച്ചു വരുത്തുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. ഞാൻ നാക്ക് നീട്ടി ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്റെ നാവിൽ വിശുദ്ധ കുർബാനയോടൊപ്പം കയറി വരുന്നത് പിശാചാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുക. ഇനി രണ്ടാമത്തെ ആള് പത്രോസാണ്. പത്രോസിനും ഈ വസ്ത്രം ഇല്ലായിരുന്നു. പത്രോസിനെ ഈ വസ്ത്രം ധരിപ്പിക്കാനായിട്ട് കർത്താവ് പരിശ്രമിച്ചു. കർത്താവിന് ഈ വസ്ത്രം പത്രോസിനും ധരിപ്പിക്കാനായിട്ട് കർത്താവ് പരിശ്രമിച്ച് പറഞ്ഞു, എനിക്കിതൊന്നും വിടണ്ട, എനിക്ക് ഇങ്ങനൊക്കെ മതി, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊക്കെ മതി. അപ്പോൾ കർത്താവ് കർക്കശമായിട്ട് അവരോട് പറഞ്ഞു, നിനക്കിത് വേണ്ട എന്ന് നീ പറയുകയാണെങ്കിൽ, നിനക്ക് ഇതിൽ സ്ഥാനമില്ല, നിനക്ക് ഇറങ്ങിപ്പോകാം എന്ന് പത്രോസിനോട് പറയുകയാണ്. അപ്പോൾ പത്രോസിന്റെയും യൂദാസിന്റെയും അനുഭവമാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ഇവർ രണ്ടുപേരും കർത്താവിന്റെ ഈ വിരുന്നിൽ സംബന്ധിച്ചത് ശരിയായ രീതിയിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് രണ്ടാമത്തെ ഒരു ചിന്തയാണ്. മൂന്നാമത്തെ ഒരു ചിന്ത, വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള മൂന്നാമത്തെ ഒരു ചിന്ത, നമ്മുടെ ബൈബിളിൽ കാണുന്നത് ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നതെല്ലാം സൗമ്യമായിട്ടാണ്. നമ്മളൊക്കെ ഇടപെടുന്നത് പോലെ അല്ല, സൗമ്യമായിട്ടാണ് ദൈവം ഇടപെടുന്നത്. മൃദുലമായിട്ടാണ് സൗമ്യമായിട്ടാണ് ഇടപെടുന്നത്. നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തില് ഏലിയാ പ്രവാചകൻ ദൈവത്തിന്റെ ഇടപെടൽ പ്രതീക്ഷിച്ചൊരു മലയിലിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ വരാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഏലിയ ഭയങ്കര അഗ്നി കണ്ടു. എല്ലാം തകർക്കുന്ന ആ മലയെ മുഴുവൻ ചുട്ടുകരിക്കുന്ന വലിയ അഗ്നി കണ്ടു. അപ്പൊ അവൻ വിചാരിച്ചു, ദൈവമല്ലേ, വരുമ്പോഴിച്ചിട്ട് ആർഭാടമായിട്ടൊക്കെ വരണ്ടേ, അപ്പൊ ഇതിനകത്ത് ദൈവം കാണും. നോക്കിയപ്പോൾ അതിനകത്ത് ദൈവമില്ല. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഭയങ്കര കൊടുങ്കാറ്റ്, എല്ലാം മരങ്ങളെയൊക്കെ ചുഴറ്റിയെന്നുള്ള കൊടുങ്കാറ്റ്. അപ്പൊ ഏലിയ വിചാരിച്ചു, തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് ദൈവം കാണും. അതിൻ്റെ അകത്തുമില്ല. മൂന്നാമതായിട്ട് ഭൂകമ്പം, അതിൻ്റെ അകത്തും ദൈവമില്ല. പിന്നെ ഇരുന്നപ്പോഴാണ് ഇവന്റെ ചെവിക്ക് കേൾക്കാൻ പോലും പറ്റാത്തൊരു മൃദുസ്വരം കേട്ടു. അതിൻ്റെ അകത്ത് ദൈവം ഉണ്ടായിരുന്നു. ദൈവമുള്ളവരെ, നമ്മുടെ ദൈവം ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നത് മുഴുവനും
സൗമ്യമായിട്ടാണ്. ആർഭാടങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള സൗമ്യമായിട്ട്. കർത്താവായ യേശു എങ്ങനെ ജനിച്ചത്? എത്ര സൗമ്യമായിട്ടാണ്. അപ്പൊ ഞാൻ ഓർത്തു പോവുകയാണ്, വിശുദ്ധ കുർബാന ദൈവത്തിന്റെ സൗമ്യമായ ഇടപെടലിന്റെ ഒരു ദൃഷ്ടാന്തമാണ് വിശുദ്ധ കുർബാന. സൃഷ്ടി സ്ഥിതി സംഹാര നായകൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഇവൻ ഈ പ്രപഞ്ചത്തിൽ നിത്യം വസിക്കാൻ ഇടപെടുന്നത് എങ്ങനെയാണ് ഇടപെടുന്നത്? നമ്മൾ ചിലരെക്കുറിച്ച് പറയാറുണ്ട്, ആ വരവൊന്നും ഒരു 1.5 വരവാണ്. ചില ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വന്നാൽ ഒരു 1.5 വരവാണെന്ന് പറയും. കല്യാണത്തിന് പോകുമ്പോൾ, ഉറപ്പിന് പോകുമ്പോൾ, സ്ഥലം മാറി പോകുമ്പോൾ ഒക്കെ നമുക്കറിയാം. തമ്പുരാന്റെ ഇടപെടൽ എങ്ങനെയാണ്? സൗമ്യമായിട്ടാണ്. അപ്പൊ ഈ ചരിത്രത്തിന്റെ ഭാഗമാകാൻ, എന്നും നമ്മളോടൊപ്പം വസിക്കാൻ ദൈവം ഈ ചരിത്രത്തിൽ ഇടപെടുന്നത് എത്ര സൗമ്യമായിട്ടാണ്. വിശുദ്ധ കുർബാനയാണ് ദൈവത്തിന്റെ ചരിത്രത്തിലുള്ള ഇടപെടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. എങ്ങനെയാണ് ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നത്? ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഒരു കപ്പ് വീഞ്ഞിന്റെയും ഒരു ഇട്ടാവട്ടത്തിലുള്ള അപ്പത്തിന്റെയും രൂപത്തിലാണ് ദൈവം ഈ ചരിത്രത്തിൽ എന്ത് സൗമ്യമായിട്ടാണ് ഇടപെടുന്നത്. അവരാരും പ്രതീക്ഷിച്ചില്ല. കഴിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയ അപ്പത്തിന്റെയും ഒരു കപ്പ് വീഞ്ഞിന്റെയും രൂപത്തിലാണ് ദൈവം ഈ പ്രപഞ്ചത്തിൽ ഇടപെടുന്നത്. എത്ര സൗമ്യമായി, എത്ര ലളിതമായി ദൈവം ഈ ലോകത്തിൽ ഇടപെടുകയാണ്. നമ്മളെ ക്രിസ്തു വിളിക്കുന്നത്, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഈ സൗമ്യമായ ഇടപെടൽ, ലളിതമായ ഇടപെടലിലൂടെയുള്ള ദിവ്യകാരുണ്യ സ്ഥാപനം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത്രമാത്രം സൗമ്യമായി, ഇത്രമാത്രം ലളിതമായി, ഇത്രമാത്രം സിമ്പിളായി വിശുദ്ധ കുർബാനയിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ച യേശുവിന്റെ കുർബാന അർപ്പിക്കാൻ എത്രയൊക്കെ ആഡംബരങ്ങൾ വേണോ എന്നുള്ളത് ഒന്ന് ആകർഷകരൊക്കെ ചെയ്യണം. അതിന് ഇത്രയൊക്കെ ആഡംബരങ്ങൾ നമുക്ക് വേണം, ഇത്രയൊക്കെ കോടികൾ മുടക്കണം. ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ട് അതേ കണ്ടിട്ടില്ല, ചില സ്ഥലങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പള്ളിക്ക് വല്ലതും കൊടുക്കാൻ, അച്ഛന് വല്ലതും കൊടുക്കാൻ വലിയ സന്തോഷമാണ്. അച്ഛൻ ഞാനൊരു കാപ്പയാണ് വാങ്ങിച്ചത്. എന്റെ പൊന്നു സഹോദരനായ 7-10 കാപ്പയുണ്ട്. എന്നാൽ എൻ്റെ ഒരു സന്തോഷം ഇരിക്കട്ടെ, എന്നാൽ ഞാൻ പോയി പറയാം, അച്ഛാ വിലയൊന്നും കുറയ്ക്കണ്ട. ഞാൻ പറയുന്നത് എത്ര രൂപയ്ക്ക് വേണം? അത് 15, 20, 25 എത്ര അതിൽപ്പെട്ട കൂടി തന്നെ വാങ്ങിച്ചു. എന്നാൽ എൻ്റെ പൊന്നു സഹോദര, കാപ്പയുടെ കൂടെ നമ്മുടെ പള്ളിയിലെ മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതിരുന്നുണ്ട്. അവന് ഞാൻ മാസം തോറും 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത മാസത്തേക്ക് ഒരു 1000 രൂപ അച്ഛൻ തന്ന, അല്ല അച്ഛൻ തന്നാണ്. ഇത് രണ്ടും കൂടെ പറ്റുമോ? ഇത് രണ്ടും കൂടെ എനിക്ക് പറ്റുമോ? ഈ 25,000 കാപ്പയും വാങ്ങിച്ചു തരണം, പിന്നെ ഞാനിതും വാങ്ങിച്ചു തരണം. ആവശ്യമാണ് നമ്മളെ ഭംഗിയായിട്ട് നടത്തുന്ന കാര്യങ്ങള്. പക്ഷെങ്കിൽ ഇത്ര സൗമ്യമായിട്ട്, ഇത്ര ലളിതമായിട്ട് ചരിത്രത്തിൽ ഇടപെട്ട യേശുവിന്റെ ഒരു സംഭവമാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയൊക്കെ നടത്താൻ ഇത്രയും ആഡംബരങ്ങൾ വേണമെന്നുള്ളതാണ്. ഇതിനുവേണ്ടി നമ്മൾ ഇത്രയും പണം ചെലവഴിക്കണോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വിശുദ്ധ കുർബാനയോടുള്ള ഏറ്റവും വലിയ അവഹേളനം ക്രിസ്തു ഈ വിശുദ്ധ കുർബാനയുടെ ആത്മാവെന്ന് പറയുന്ന ലാളിത്യമാണ്. ഈ വിശുദ്ധ കുർബാനയുടെ ആത്മാവെന്ന് പറയുന്ന ലാളിത്യമാണ്. ഈ ലാളിത്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതാണ് വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനം. ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് വരണ്ടേ? ദേവാലയത്തിൽ വരുമ്പോഴാണോ ഏറ്റവും ഒരുങ്ങി വരേണ്ടത്? ദേവാലയത്തിൽ വരുമ്പോഴാണോ നമ്മൾ ഫാഷൻ കാണിക്കേണ്ടത്? ദേവാലയത്തിൽ വരുമ്പോഴാണോ നമ്മുടെ സ്പോർട്സിനിടുന്ന, അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്ന ബനിയനും ടീഷർട്ടും ഇട്ടുകൊണ്ട് വരേണ്ടത്? ദേവാലയത്തിൽ വരുമ്പോഴാണ് ഇത്രയും ഫാഷൻ പരേഡിന്റെ മോഡലിൽ നമ്മൾ വരേണ്ടത്? നമ്മൾ ആത്മശോധിക്കണം. ഏറ്റവും ലളിതമായി, ഏറ്റവും സിമ്പിളായി, ഏറ്റവും സൗമ്യമായി ദൈവം പ്രപഞ്ചത്തിൽ ഇടപെട്ടതിന്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. അപ്പൊ എനിക്കൊന്ന് വിശുദ്ധ കുർബാനയോടുള്ള ഏറ്റവും വലിയ അവഹേളനം എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാനയോടുള്ള ഏറ്റവും വലിയ അവഹേളനം എന്ന് പറയുന്നത് ഇത് കാണപ്പെടുന്നതാണ്. നമ്മൾ കുറച്ചുകൂടെ ലളിതമായിട്ട് ലാളിത്യത്തോടുകൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ നമുക്ക് സാധിക്കണം. അവിടാണ് വിശുദ്ധ കുർബാനയുടെ ആത്മാവെന്ന് പറയുന്നത്. നമുക്ക് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ലിറ്റററിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ
ഇതിന്റെ അനുഷ്ഠാന വിധികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ പലപ്പോഴും ഇതിന്റെ ആത്മാവാണ് നഷ്ടപ്പെടുന്നത്. കിഴക്കോട്ട് തിരിയണോ പടിഞ്ഞാറോട്ട് തിരിയണോ അടിയ, ഇതിന്റെ ആത്മാവാണ് നഷ്ടപ്പെടുന്നത്. ഇതിന്റെ ആത്മാവാണ് നഷ്ടപ്പെടുന്നത്. കോടതി വിധി അനുസരിച്ച് ആർക്ക് കയറാൻ ആർക്ക് കയറാൻ പറ്റത്തില്ല, ആരെ പണിക്കകത്ത് കയറ്റണ്ട. അങ്ങനെ പോലീസിനെ നിർത്തി കുർബാന ചെല്ലുമ്പോൾ നമ്മൾ വിജയിക്കുമായിരിക്കും, മനുഷ്യർ വിജയിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ നഷ്ടപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ആത്മാവ്. എത്ര ലളിതമായിട്ട്, ആരെയും അറിയിക്കാതെ, ആർക്കും അസ്വസ്ഥത ഉണ്ടാകാതെ, ആർക്കും ഒരു ചെറിയ പോറൽ പോലും സംഭവിക്കാതെ മേശപ്പുറത്ത് വെച്ച ഒരു കപ്പ് വീഞ്ഞിന്റെ അകത്തും ഒരു തുണ്ട് അപ്പക്കഷണത്തിന്റെ അകത്തും ദൈവം ഇറങ്ങി വസിച്ച് നമ്മുടെ കൂടൊപ്പമായിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ആചരണത്തിന്റെ പേരിലാണ് കിഴക്ക് വെള്ളം പടിഞ്ഞാറോളം ചോദിക്കുന്നത്. ക്രിസ്തു അഹത്തെ കുർബാനയാകുമ്പോഴത്തെ കിടക്കൊണ്ടിരിക്കുകയാണോ പടിഞ്ഞാറോട്ടിരിക്കുകയാണോ? നമുക്ക് നമ്മൾ തന്നെ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു അനുഭവം. അപ്പൊ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും സൗമ്യമായ ലളിതമായ ഒരു ഇടപെടലാണ് വിശുദ്ധ കുർബാന. നാലാമതായിട്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഓർമ്മകളുടെ ഒരു വിരുന്നാണ്. ഓർമ്മകളുടെ ഒരു വിരുന്ന് വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം പെസഹായാണിത്. അപ്പൊ പെസഹായെ കുറിച്ച് പുറപ്പാടിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പെസഹ എങ്ങനെ ആചരിക്കണം നോക്കാം യഹൂദന്മാരോട്. അപ്പം നിങ്ങളുടെ സന്താനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ചോദിക്കുമ്പോൾ പറയണം ഇതൊരു ഓർമ്മ ആണ്, ഇതൊരു ഓർമ്മ പെരുന്നാളാണ്. ഈജിപ്തിൽ നിന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എങ്ങനെ പുറപ്പെട്ടു എന്നതിന്റെ ഓർമ്മ പെരുന്നാളാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചു നോക്കണം. അപ്പൊ അതിന്റെ ഒരു പുനരാവർത്തനമാണ് വിശുദ്ധ കുർബാന. ഓർമ്മകൾ, ഓർമ്മ നഷ്ടപ്പെടുന്നത് നമുക്കുണ്ടോ? ഇതെനിക്ക് തോന്നുന്നു മനുഷ്യർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു മാനസിക രോഗമാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മറവി രോഗം. അത് പ്രായമായവർക്ക് മാത്രമല്ല. ചില പറയാൻ എനിക്ക് പ്രായമൊക്കെ ആയി ഒത്തിരി മറവിയുണ്ട്. അത് സാരമില്ല, പ്രായമാകുമ്പോൾ ചില മറക്കുന്നൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ഓർമ്മകളുടെ പാണ്ടക്കെട്ടുമായി ഉറങ്ങാൻ പോയാൽ ഉറക്കം വരത്തില്ല. അപ്പോൾ ഒത്തിരി അങ്ങ് മറക്കുന്നതല്ല. മറവി ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തൊട്ട് മറവി തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യും? ഈ ഡിമെൻഷ്യ ചെറുപ്രായത്തിൽ വെച്ച് തന്നെ നമ്മളെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവര്. ചെല്ലു പറയാറുണ്ട് എനിക്ക് ആരുടെ സഹായം വേണ്ട, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവം നൽകിയ കൃപകൾ, ഇന്ന് നമ്മളെ ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപ കൊണ്ടല്ലേ. ദൈവം നൽകിയ കൃപകൾ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അറിയാത്ത പ്രായത്തിൽ നൽകിയ കരുതൽ, അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ, അവരെയാണ് നമുക്ക് വേണ്ട. ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റും എന്ന് പറഞ്ഞ ഡിസ്പോസിബിൾ സംസ്കാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗം കഴിഞ്ഞാൽ എടുത്തെറിയുക. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം, ഇടല് കഴിച്ചു, ചായ കുടിച്ചു, ഒറ്റയാണ്. ഇത് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തില് അപ്പന്റെ അമ്മയുടെ ഉപയോഗം കഴിഞ്ഞു ഒറ്റയാണ്. ഭാര്യയെ ഗുണമില്ലെന്നുണ്ടെങ്കിൽ ഒറ്റയാണ്. മാതാപിതാക്കളെ വേണ്ടാന്നുണ്ടെങ്കിൽ എടുത്തു കളയുക. ദൈവത്തെ വേണ്ടാന്നുണ്ടെങ്കിൽ എടുത്തു. ഡിസ്പോസിബിൾ സംസ്കാരത്തിലേക്ക് നമുക്ക് ഓർമ്മകൾ വേണം. ദൈവം നൽകിയ കൃപകളെ കുറിച്ചുള്ള ഓർമ്മകൾ വേണം. മാതാപിതാക്കൾ നൽകിയ കരുതലിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. ഗുരുക്കന്മാർ നമുക്ക് നൽകിയ ഉൾവെളിച്ചത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. എത്രയോ കരകേണ്ട സുഹൃതമാണ് എന്റെ ജീവിതം, എത്രയോ കരകേണ്ട സുഹൃതമാണ് എന്റെ ജീവിതം. അങ്ങനെ ഒരു ഓർമ്മ വേണം. നമ്മുടെ ജീവിതങ്ങൾക്ക് എത്ര പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ആ ഒരു ഓർമ്മ വേണം. നമ്മുടെ ജനിച്ച് വീണപ്പോൾ എന്നെ തൊട്ട വയറ്റാട്ടി മുതൽ കുഴി കൊണ്ട് വെക്കുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ നെഞ്ചത്ത് ഒരു തുള്ളി മണ്ണിടുന്ന അറിയപ്പെടാത്ത ഒരാൾ വരെ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ എത്ര പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ഓർമ്മ വേണം. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പറഞ്ഞത്, ഇത് എന്ത് ചെയ്യണം? എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണം, എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. അപ്പൊ വിശുദ്ധ കുർബാന, നാലാമത്തെ ചിന്ത, വിശുദ്ധ കുർബാന യേശു ക്രിസ്തു നമുക്ക് നൽകിയ നന്മകളുടെ ഓർമ്മയാണ്. ശ്രീബുദ്ധനെ കുറിച്ചൊരു സംഭവം പറയുന്നുണ്ട്. ശ്രീബുദ്ധൻ സമാധിയാകുന്ന സമയത്ത് ശ്രീബുദ്ധന്റെ ശിഷ്യൻ ആനന്ദ് എന്ന് പറയുന്ന ഒരു പ്രധാന ശിഷ്യനുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, ഗുരു അങ്ങ് പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞു. അപ്പൊ ശ്രീബുദ്ധൻ നല്ലൊരു പൂ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ മണമുള്ള പൂ വെച്ചോളാൻ പറഞ്ഞു. ശ്രീബുദ്ധൻ മരിച്ചു. അവൻ അന്ന് ഈ പൂ മണപ്പിച്ചുകൊണ്ടിരുന്ന നല്ല മണം. പിറ്റേ ദിവസം മണപ്പിച്ചു, മൂന്നാമത്തെ ദിവസം മണപ്പിച്ചു, നാലാമത്തെ അഞ്ചാമത്തെ ദിവസം പൂ ഉണങ്ങിപ്പോയി. അവൻ എടുത്തു കളഞ്ഞു. ശ്രീബുദ്ധനെ കുറിച്ചുള്ള ഓർമ്മയും അവന് പോയി. ഏലിയ മുകളിലോട്ട് പോയപ്പോൾ ശിഷ്യൻ ചോദിച്ചു, എലീഷ ചോദിച്ചു, പിതാവേ നീ പോകുന്നതിന് മുമ്പ്
നിന്നെ കുറിച്ച് ഓർക്കാൻ എനിക്ക് എന്തെങ്കിലും തരണേ. മുകളിലോട്ട് പോയി ഏരിയ തോളത്തിലെടുത്ത് രണ്ടാം കൊണ്ട് എടുത്ത് ആഴ് എടുത്തിട്ട് പറഞ്ഞു, ഈ രണ്ടാം കൊണ്ട് തോർത്ത് കേട്ടോളാൻ പറഞ്ഞു. ഇവര് ഈ തോർത്ത് കൊണ്ടുപോയി അവിടെ ഒരു ബൈബിൾ പറയുന്നുള്ളൂ. 1 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തിരിച്ചു പോയി, ഇത് ചുട്ടുകൂട്ടി അവൻ കളഞ്ഞു, ഏരിയ മറക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്തു പോകുന്നതിന് മുമ്പ് ഇവരാരും ചോദിച്ചില്ല, ഇവർക്ക് ഈ ഓർമ്മ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലായിരുന്നു. ക്രിസ്തു പറഞ്ഞു, എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുകയും എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുകയും. എന്താണ് ഓർമ്മ? എന്താണ് ഓർമ്മയ്ക്കൊണ്ട്? രണ്ടാം കൊണ്ടാണോ? പൂവാണോ? മെമന്റുവാണോ? ശരീരവും രക്തവും കൊടുത്തു. ശരീരവും രക്തവും കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട്, ഇത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇതെന്റെ ശരീരം മുറിച്ചതാണ്, ഇതെന്റെ രക്തം ചിന്തിയതാണ്, ഇത് അവസാനം വരെ ഇത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുകയും എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ഈ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ ഓർമ്മപ്പെടുത്തലിന്റെ തിരുനാളാണ് വിശുദ്ധ കുർബാന. അവസാനമായിട്ട് വിശുദ്ധ കുർബാന നമ്മൾ വായിക്കുന്നത് ഇതൊരു ബലിയാണ്. വിശുദ്ധ കുർബാന ഒരു ബലിയാണ്. നമ്മുടെ കർത്താവ് ജീവിതം ഗുരുമപ്പമല്ലല്ലോ, ജീവിതം കയ്യിലെടുത്ത് വാഴ്ത്തി വിഭജിച്ചവർ കൊടുത്തു. ഇത് ബലിയാണ്, സ്നേഹത്തിന്റെ ബലിയാണ് വിശുദ്ധ കുർബാന. നമുക്കറിയാം, എന്ത് വേണമെങ്കിലും നമുക്ക് വാഴ്ത്തി കൊടുക്കാം, വാഴ്ത്താതെ കൊടുക്കാം. വാഴ്ത്തി കൊടുക്കുന്നതിനൊരു അനുഗ്രഹമുണ്ട്. വാഴ്ത്തി കൊടുക്കാം, വാഴ്ത്താതെ കൊടുക്കാം. ആഹാരം ഉണ്ടാക്കിയിട്ട് വാഴ്ത്തി കൊടുക്കാം, ചായ ഉണ്ടാക്കിയിട്ട് വാഴ്ത്തി കൊടുക്കാം. മനസ്സിൽ വാഴ്ത്തിയാൽ മതി, എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ചായ അവന് വയറ്റിന് അസുഖം ഉണ്ടാകാതെ ഇത് നല്ലോണം അവന്റെ ശരീരത്തിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് വാഴ്ത്തി കൊടുക്കാം. അത് കുടിക്കുമ്പോൾ ഭർത്താവിനുണ്ടാകുന്ന ഒരു അനുഗ്രഹം. വാഴ്ത്താതെയും കൊടുക്കാം. ചായ എടുത്തിട്ട് മേശപ്പുറത്തിട്ടുണ്ടെന്ന് എടുത്ത് വേണേ വന്ന് പിടിച്ചു എന്ന് വാഴ്ത്താതെയും കൊടുക്കാം. ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങിച്ചിട്ട് വാഴ്ത്തി കൊടുക്കാം, വാഴ്ത്താതെ കൊടുക്കാം. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അവള് എല്ലാവരും സാരി കൊടുത്തോണ്ട് നടക്കുമ്പോൾ എന്റെ ഭാര്യ ഓണത്തിന് നല്ല സാരി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട്, എന്നാ നിനക്കൊരു സാരി ഞാൻ വാങ്ങിച്ചു, നിനക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വാഴ്ത്തി കൊടുക്കുന്നതാണ്. അല്ലാതെ അങ്ങോട്ട് വന്നിട്ട് കുറെ ദിവസം കൊണ്ട് കിടന്ന് പുറകുറുക്കാനുള്ള സാരി വേണ്ട കൊടുത്തോ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നീ ഇപ്പൊ മേനകയാകും, 80 മേനകയാകും, ഇവിടുത്തെ നടന്നു ഈ കോലത്തിലല്ലേ ചുറ്റാൻ പോകുന്നത്. എന്താ പറയാനോ? വാഴ്ത്താതെ കൊടുക്കാം, വാഴ്ത്തി കൊടുക്കാം. നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് വാഴ്ത്തി വേണം കൊടുക്കാൻ, വാഴ്ത്തി. അവ ക്രിസ്തു ചെയ്തത് തന്റെ ശരീരം കയ്യിലെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്ത വിശുദ്ധ കുർബാനയാണ്. പ്രിയമുള്ളവരെ, 2-ാം വത്തിക്കാൻ സുന്നോദോസിന്റെ പ്രമാണരേഖയിലെ കുടുംബത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ പറയുന്നത് ഓരോ കുടുംബവും ഗാർഹിക ദേവാലയവും അൾത്താരയുമാണ്. ഗാർഹിക ദേവാലയവും അൾത്താരയുമാണ്. നമ്മുടെ കത്തോലിക്ക സഭയിലെ എണ്ണിയാൽ ഒടുങ്ങാത്ത കോടാനുകൂടി ദേവാലയങ്ങളിലെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, അതിനേക്കാൾ എത്രയോ കോടാനുകൂടി ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ എത്രയോ ഭവനങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ കുറച്ച് നാൾ മുമ്പ്